ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് ഈ ഇടിയപ്പത്തിനായിട്ട് ഞാൻ തിളച്ച വെള്ളത്തിൽ അരിപ്പൊടി ഇടിയപ്പപ്പൊടിയായിരുന്നു, അതിട്ട് ഉപ്പ് ചേർത്തു, ഇച്ചിരി നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുത്തു. പിന്നെ നമുക്കിതിങ്ങനെ പീച്ചിയെടുത്താൽ മതി. അങ്ങനെ ഇടിയപ്പം ഒക്കെ ഞാൻ ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എളുപ്പം അങ്ങ് വെന്ത് കിട്ടുമല്ലോ. അന്നേരം അങ്ങനെ ഞാൻ ഇടിയപ്പം എല്ലാം പീച്ചിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇടിയപ്പം ഉണ്ടാക്കത്തുള്ളൂ. എന്താ വെച്ചാൽ ഇത് ഇച്ചിരി സമയം പിടിക്കുന്ന ആണല്ലോ. അന്നേരം ഇത് അങ്ങനെ ഞാനിവിടെ എല്ലാം പീച്ചിയെടുത്തു. ഇത് ആവി കയറ്റാനായിട്ട് ഞാൻ വെച്ചു. അങ്ങനെ ഇത് എളുപ്പം ആവി വെന്ത് വന്നു. അങ്ങനെ നമ്മുടെ ഇവിടെ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ പിന്നെ ഇടിയപ്പമൊക്കെ ഇങ്ങനെ എടുത്തു. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ലതായിട്ട് വെന്തായിരുന്നു, സോഫ്റ്റായിരുന്നു. മുട്ടക്കറിക്കായിട്ട് ഞാൻ 2 കിഴങ്ങ് പുഴുങ്ങി, പിന്നെ മുട്ട 3 പുഴുങ്ങി വെച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിതിൻ്റെ ഗ്രേവിക്കായിട്ട് 3 സവാള, 2 പച്ചമുളക്, കറിവേപ്പില ഒക്കെ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുത്തു. ഇതൊന്ന് നല്ലപോലെ വഴണ്ട് വരുമ്പം നമുക്കിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ അത് നല്ലപോലെ നമുക്കിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഇതൊന്ന് നല്ല ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിനകത്ത് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് നേരത്തെ ചേർത്തായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇത് ഒന്ന് വഴറ്റിയെടുത്തു, ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറാൻ വേണ്ടി. എന്നിട്ട് ഞാൻ അതിനകത്ത് തക്കാളി അരച്ചായിരുന്നു ചേർത്തത്. അങ്ങനെ ഞാൻ ഒരു തക്കാളി നല്ലപോലെ അരച്ച് ചേർത്തു. പിന്നെ അതൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പം അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അത് വേവാൻ വേണ്ടി ഞാനിവിടെ ഒരിച്ചിരി അജാറ് കഴുകി വെള്ളം ചേർക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കുക്കായി വരുന്ന സമയത്തിൽ ഞാൻ കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചായിരുന്നല്ലോ. അന്നേരം ആ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തു. പിന്നെ ഞാൻ ഇവിടെ മുട്ട പുഴുങ്ങിയായിരുന്നു, അതിൻ്റെ തൊലിയും തോടും ഒക്കെ എടുത്ത്, പിന്നെ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ എടുത്ത് ഇവിടെ എടുത്ത് വെച്ചു. കിഴങ്ങ് നമ്മളിങ്ങനെ പുഴുങ്ങുമ്പം ഇത് എളുപ്പം വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ ഞാനിവിടെ കിഴങ്ങ് തൊലിയിലെടുത്ത് ഇവിടെ മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്താക്കി വെച്ചു. അങ്ങനെ പിന്നെ ഇത് മുട്ട നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. പിന്നെ കിഴങ്ങൊക്കെ ഞാൻ ഇങ്ങനെ കഷ്ണമാക്കി കൊടുത്തു. അങ്ങനെ കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണമാക്കി ഇങ്ങനെ എടുത്തു. അങ്ങനെ കിഴങ്ങും നമ്മുടെ പിന്നെ മുട്ടയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. അന്നേരം കൊണ്ട് നമ്മുടെ ഗ്രേവി അവിടെ വെന്ത് വന്നു. അങ്ങനെ ഗ്രേവിക്കകത്തോട്ട് ഈ കിഴങ്ങെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഇത് വെന്തതാന്നാലും ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടണം. അങ്ങനെ ഇതൊന്നുകൂടെ കുക്കാവാൻ വേണ്ടി അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചു. അങ്ങനെ അതെല്ലാം നല്ലപോലെ കുക്കായി വന്നപ്പം ഞാൻ ഇതിന് പിന്നെ ആവശ്യമുള്ള ഇവിടെ ഉപ്പ് ചേർത്തു. പിന്നെ ഉപ്പ് കൂടെ ചേർത്ത് പിന്നെ ഞാൻ മുട്ട അതിനകത്ത് പിന്നെ ചേർത്ത് അങ്ങനെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഒന്ന് കുക്കാവാൻ വേണ്ടി വെച്ചു. പിന്നെ അതൊന്നുകൂടെ കുക്കായി വന്നപ്പം അങ്ങനെ പിന്നെ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലൂടെ ഞാൻ ചേർത്തു. അന്നേരം നല്ല ടേസ്റ്റാണല്ലോ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ എരിയൊക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് തേങ്ങാപ്പാൽ ചേർക്കുമ്പം. അങ്ങനെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
പിന്നെ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ,